ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് മകം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. മകം നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ ഗുണഭാവം കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ദോഷം കുറച്ച് കൂടുതലായിട്ടുള്ള സമയം കൂടിയാണിത്. എടുത്തു പറയേണ്ടത് നിങ്ങളുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ്. ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. സ്വയം ചികിത്സ വെച്ച് പോകുന്നത്, സ്വയം ചികിത്സ നടത്തുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ സമയത്ത് അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടി മനസ്സിന് ഭാരം വരുത്തി വെക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ് ഈ മാസം. നിങ്ങളുടെ പിതാവിൻ്റെ രോഗാവസ്ഥ മൂർച്ഛിക്കാനുള്ള സമയമാണ്. മൂർച്ഛിക്കുന്നതായിട്ട് ഉണ്ട്. അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളൊക്കെ പിതാവിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. പിതാവിൻ്റെ രോഗം മനസ്സിന് ദുഃഖം വരുത്തി വെക്കുന്നതാണ്. നിങ്ങൾ ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ഈ സമയത്ത് യാത്രയും അധികാരവും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും. ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഗുരുജനങ്ങളുടെ ഉപദേശം സ്വീകരിച്ച് പോകുന്നതുകൊണ്ട് അപകടങ്ങൾ നിങ്ങൾക്ക് പലതും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഈ സമയത്ത്. എന്നാൽ സഹോദരങ്ങൾ ഒരു അകൽച്ച മനോഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യും. നിങ്ങളോടൊരു മാനസികമായിട്ടൊരു പൊരുത്തക്കേട് സഹോദരങ്ങൾക്കുണ്ടാവും. മിത്രങ്ങൾ ശത്രുക്കളായിട്ട് മാറുന്നൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസം. വാഹനങ്ങൾ വാങ്ങുന്നതിന് നിങ്ങൾക്ക് അവസരം ധാരാളം വന്നുവിടുന്നതാണ്. നിങ്ങളുടെ അശ്രദ്ധ മൂലം സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ മാസം ഉണ്ടാകുന്നുണ്ട്. അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഇടപാടുകളിൽ ഉൾപ്പെടാതെ നോക്കേണ്ടതാണ്. ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ നിങ്ങൾ നാണം കഴിയേണ്ട അവസരങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാക്കി തരുന്നതാണ്. അതുകൊണ്ട് അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന എന്തെങ്കിലും ഇടപാടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് ആലോചിച്ചിട്ട് അതിൽ നിന്ന് തന്മയത്വത്തോടുകൂടി പിന്മാറുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത ഈ മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. ബന്ധുക്കളുമായിട്ട് മാനസികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവും. മാനസികമായിട്ടൊരു ചേർച്ചയില്ലായ്മ ഉണ്ടാവും. ഒരു നീരസമായ പ്രവൃത്തികളുണ്ടാവും. നിങ്ങൾ ധാരാളം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നൊരു സമയമാണ് ജൂൺ മാസം. നിങ്ങൾ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് പോകരുത്. അഭിപ്രായ വ്യത്യാസത്തിന് ധാരാളം അവസരങ്ങളുണ്ടാവും. എങ്കിലും കുറച്ചൊക്കെ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പോകുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്. അല്ലെങ്കിൽ അത് വലിയ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി തീരുന്നതാണ്. അഷ്ടമത്തിലെ ശനിയുടെ ഒരു ശൈല്യം മൂലം രോഗകാരണങ്ങൾ ചെറിയ ഉത്കണ്ഠ നിങ്ങൾക്കുണ്ടാകും. രോഗം മൂർച്ഛിക്കുമോ എന്നുള്ളൊരു ഉത്കണ്ഠ നിങ്ങൾക്കുണ്ടാകും. എന്നാൽ ഭാഗ്യാധിപനായ സൂര്യൻ കർമ്മരംഗത്ത് നിപുണയോഗം ചെയ്തു നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെ ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ സർവ്വദോഷങ്ങൾക്കും പരിഹാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളെടുത്തു പറയേണ്ട ദൃഷ്ടിപഥത്തിലുള്ളതെല്ലാം ശരിയാണെന്നൊരു മിഥ്യാധാരണ നിങ്ങൾക്കിപ്പോഴുണ്ട്. ഞാൻ കാണുന്നതെല്ലാം, ഞാൻ കേൾക്കുന്നതെല്ലാം ശരിയാണെന്നൊരു മിഥ്യാധാരണയുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കി കുറേ കൂടി ഓപ്പൺ മൈൻഡ് ആകുന്നതായിരിക്കും നല്ലത്. ശരിയും തെറ്റും വേർതിരിച്ച് കാണാനുള്ള കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും വിനിയോഗിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ അതാണ് ശരി എന്ന് കരുതരുത്. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഉപദേശം ശ്രവിക്കുക, അതിൽ നിന്ന് ശരിയെ തിരഞ്ഞെടുക്കുക. അങ്ങനെ പോകുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്. നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റ് വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം നല്ലതാണ്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ദേവീക്ഷേത്രം ദർശിക്കുന്നത്, ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക. എൻ്റെ അടുത്ത് പറയേണ്ടത് ചോറ്റാനിക്കര ക്ഷേത്രം ദർശിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ദേവീക്ഷേത്രം ദർശിക്കുമ്പോൾ അമ്മയ്ക്ക് വെളുത്ത പായസം കൊടുക്കുക, വെളുത്ത പുഷ്പങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പട്ടുംതാലിയും കൊടുക്കുക, ഉടയാട നൽകുക. പിന്നെ രാവിലെ നിർമാല്യത്തിന് അഭിഷേകം നടത്തുകയൊക്കെ ചെയ്യുന്നത് ദേവിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് വേണ്ട വിധം വഴിപാടൊക്കെ ചെയ്ത് പോവുക. അതോടൊപ്പം തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ നവഗ്രഹ ക്ഷേത്രം ദർശിച്ച് സൂര്യഗ്രഹ പൂജ നടത്തുക ഒക്കെ ചെയ്യുന്നത്, ഞായറാഴ്ചകളിലെ സൂര്യഗ്രഹ പൂജയൊക്കെ നടത്തുന്നത് ഒരുവിധം കാലമനുകൂലമാക്കാൻ സാധിക്കുന്നതാണ്. ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ്. ഇത്രയൊക്കെ ചെയ്താൽ ദൈവകൃപയാൽ നിങ്ങൾക്ക് ദോഷങ്ങളൊക്കെ ഒരുവിധം കുറയ്ക്കാൻ സാധിക്കും.
ദൈവത്തിൻ്റെ കാരണത്താൽ എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.